കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങി ചിലപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ വലുതാകുമ്പോൾ വലിയ പണക്കാരനായി തീരണം. ആസ്ട്രോളജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് പലരും വരുമ്പോൾ അവർ തന്നെ ചോദിക്കും, ഇപ്പോൾ എനിക്ക് ധനമുണ്ടോ, ഭാവിയിൽ എനിക്ക് ധനം ഉണ്ടാവുമോ, ഇനി ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ ശരിക്കും ഒരാളുടെ മുജ്ജന്മ കർമ്മഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ജാതകം, നമ്മുടെ ഒരു സമയം, ഗ്രഹങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ജനിക്കാനിടയാവുന്നത് നമ്മൾ പണ്ട് ചെയ്ത കർമ്മഫലങ്ങളനുസരിച്ച് നമുക്കൊരു യോഗം വരുന്നതുകൊണ്ടാണ്. നമുക്കിങ്ങനൊരു ജീവിതം ഉണ്ടാവാനുള്ളൊരു യോഗം ആത്മാവിനെ നിശ്ചയിക്കുന്നു, ഈ സമയത്ത് ജനിക്കണമെന്നുള്ളത്. അത് ഭഗവാൻ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അത് നമ്മൾ ആവുന്നത്, അതായത് ജനിക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ അനുഭവിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ഒരുപാട് പേര് ദാരിദ്ര്യത്തിൽ ജനിച്ച് ദാരിദ്ര്യത്തിൽ ജീവിച്ച് ദാരിദ്ര്യത്തിൽ മരിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു യോഗമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുജ്ജന്മത്തിൽ നമ്മൾ കഴിഞ്ഞ ഓരോ പാപങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഫലമാണത്. നമ്മൾ കടബാധ്യതയിൽ പെടുക, അതുപോലെ ഒരിക്കലും തല ഉയർത്തി നടക്കാൻ പറ്റാണ്ടാവുക, ഒരുപാട് പേരുടെ നിന്ന് ധനം എടുത്ത് കൊടുക്കാൻ പറ്റാണ്ടാവുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുന്നത്. പ്രധാനമായിട്ടും ധനം ഉണ്ടാവുമെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ 4 പ്രധാന ഭാവങ്ങളാണ് നമ്മൾ നോക്കുക ജ്യോതിഷപ്രകാരം. അതായത് ഈ ഭാവങ്ങൾ പറയുന്നത് ഒരാൾ ജനിച്ച സമയം അനുസരിച്ചിട്ടാണ്. ഒരാൾ ജനിക്കുന്ന സമയത്ത് 2-ാം ഭാവം, 11-ാം ഭാവം, ഇതാണ് പ്രധാന ഭാവങ്ങൾ ധനത്തിൻ്റെ. ധനം, സമ്പത്ത് ഇതൊക്കെ ഉണ്ടാവുക. 11 എന്ന് പറഞ്ഞാൽ നേട്ടങ്ങളാണ്, നേട്ടങ്ങളുടെ ഒരു ഭാവമാണ്. അതുപോലെ 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്ത് ഇതൊക്കെ ഉണ്ടാവുന്ന ഭാവമാണ്. മറ്റു പല കാര്യങ്ങളും ഈ ഭാവങ്ങളെ കൊണ്ട് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ പറയുന്നത് ധനത്തെ പറ്റിയാണ്. പിന്നെ 5-ാം ഭാവം, 9-ാം ഭാവം ഇതൊക്കെയും ധനം ഉണ്ടാവുമെന്ന് നോക്കാനായിട്ട് പറയും. 5-ാം ഭാവത്തിൽ ശരിക്കും സന്താന ഭാവം എന്ന് പറയുന്ന ഭാവമാണ്. അത് കൂടാതെ തന്നെ ധനം ഉണ്ടോ എന്ന് നോക്കാം. 5-ാം ഭാവത്തിൻ്റെ ബെനിഫിഷ്യലായിട്ടുള്ള പ്ലാനറ്റാണോ, അതായത് അനുകൂല ഗ്രഹമാണോ പ്രതികൂല ഗ്രഹമാണോ എന്ന് നോക്കിയിട്ടും കൂടി പറയും. പിന്നെ ഒരു ഭാവത്തെ പറ്റി കൊണ്ട് തന്നെ പല ഭാഗങ്ങളും പറയും. ബുദ്ധി പറയുന്നത് 5-ാം ഭാവം കൊണ്ട് പറയും, സന്താനങ്ങൾ പറയും, ദാമ്പത്യ സുഖം പറയും, അതുപോലെ തന്നെ ധനത്തിൻ്റെ ഒരു സ്ഥിതിയും പറയും. പിന്നെ 9-ാം ഭാവം കൊണ്ട് ഭാഗ്യം പറയും, പിതാവിനെ കൊണ്ടുള്ള ഭാഗ്യം പറയും. അപ്പോൾ അത് ഭാഗ്യം മാത്രമല്ല, ഭാഗ്യം കൂടി തുണച്ചാലാണല്ലോ ധനം ഉണ്ടാവുക. അപ്പോൾ ധനം ഉണ്ടോ എന്ന് നോക്കാൻ 9-ാം ഭാവം കൊണ്ട് പറയും. പിന്നെ ചിലവ് 12-ാം ഭാവം കൊണ്ട് പറയും. നമുക്ക് എന്തോരം ചിലവായി പോകുന്നു, എത്ര പൈസ. ഇപ്പോൾ 11-ൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിലും 12-ാം ഭാവം കൊണ്ടാണ് ചിലവ് പറയാമെന്നുള്ളത്. അപ്പോൾ ചിലവിൻ്റെ സ്ഥാനത്ത് വളരെ മോശമായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പണം കിട്ടുന്നത് മുഴുവനും ചിലവാക്കാനുള്ള ഒരു യോഗമായി, കടം വന്ന് പെടാനുള്ള യോഗമായി. അപ്പോൾ 11, 2, 5, 9 ഈ ഭാവങ്ങളെ കൊണ്ടാണ് പ്രധാനമായിട്ടും ധനം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2-ാം ഭാവാധിപൻ, 11-ാം ഭാവാധിപൻ, 5-ാം ഭാവാധിപൻ, 9-ാം ഭാവാധിപൻ ഇവ ഏതൊക്കെ രാശികളിലാണ് നിൽക്കുന്നത്, നല്ല രാശിയിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ 2-ാം ഭാവം, 11-ാം ഭാവം, 5-ാം ഭാവം, 9-ാം ഭാവം ഇതിലൊക്കെ നല്ല ഗ്രഹമാണോ നിൽക്കുന്നത് എന്നും, ശുഭഗ്രഹമാണെങ്കിൽ, ശുഭം എന്ന് പറഞ്ഞാൽ ശുഭഗ്രഹം മാത്രമല്ല, ചില ഗ്രഹങ്ങളുടെ പാപഗ്രഹങ്ങൾ തന്നെയും ചില സ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ അനുകൂലമായിട്ട് ബലം തരാറുണ്ട്. അപ്പോൾ അനുകൂലമായിട്ടുള്ള ഗ്രഹമാണോ നിൽക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് ശരിക്കും ധനം പറയുന്നത്. കൂടാതെ ഇതൊക്കെ അനുഭവിക്കാനായിട്ട് ഈ ജാതകന് ആയുസ്സുണ്ടോ, അതുപോലെ തന്നെ ഈ ജാതകന് യോഗം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ 1-ാം ഭാവം കൂടി നമ്മൾ നോക്കും. ആയുസ്സുണ്ടോ, ആരോഗ്യമുണ്ടോ, അതുപോലെ
ഒന്നാം ഭാവം സ്ട്രോങ് അല്ലെങ്കിൽ എന്തുണ്ടായിട്ടും നമുക്ക് വലിയ ആളെന്നെ ഫലമില്ലാത്ത പോലെയാണ് ശരിക്കും ഒന്നാം ഭാവം സ്ട്രോങ് അല്ലെങ്കിൽ. അപ്പോൾ ഒന്നാം ഭാവവും പ്രധാനമായിട്ട് ലഗ്നവും നമ്മൾ നോക്കും. ആദ്യം ലഗ്നം സ്ട്രോങ് ആണോ എന്ന് നോക്കും. അങ്ങനെയൊക്കെയാണ് പറയുക. പിന്നെ ചന്ദ്രാലും നമ്മൾ ചിന്തിക്കും. ചന്ദ്രാലും ലഗ്നാലും പറയാം. ലഗ്നാലാണ് ആദ്യം നോക്കുക, ചന്ദ്രാലും പറയാം. എന്നാലും ലഗ്നാലാണ് നമ്മൾ കൂടുതലും നോക്കുക. പിന്നെ ഈ പറയുന്ന 2ാം ഭാവം, 11ാം ഭാവം, 5ാം ഭാവം, 9ാം ഭാവം ഗ്രഹങ്ങളൊക്കെ അംശകസ്ഥിതിയും നോക്കും. വർഗോത്തമം ചെയ്തതാണോ എന്ന് നോക്കും. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ജാതകത്തിൽ ചിലപ്പോൾ നല്ല ധനപരമായിട്ടുള്ള പല യോഗങ്ങളും ഉണ്ട്. ധനത്തിന് വേണ്ടി തന്നെ പ്രത്യേക ചില യോഗങ്ങളുണ്ട്. ഇപ്പോൾ ചില യോഗങ്ങളുണ്ട്, അതായത് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് വളരെ പാവപ്പെട്ടവനായിരുന്നു എന്ന്. പിന്നീട് അത് ഒരാൾ വളരെ ഉന്നത നിലയിലെത്തി. ധനവും സമ്പത്തും എല്ലാം കൊണ്ടും ആർഭാടമായി ജീവിക്കേണ്ട ഒരവസ്ഥ. വളരെ ഉയർന്ന നില. വളരെ ഒരു 35 വയസ്സ് വരയ്ക്കും കഷ്ടപ്പാട് തന്നെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 35 കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കയറി. പിന്നെ എന്താ പറയുക, പതുക്കെ നേട്ടങ്ങൾ വന്ന് ഒരു വാർദ്ധക്യം എത്തിയപ്പോഴേക്കും അയാളൊരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ പലരുടെയും ജാതകത്തിൽ കാണും. നമ്മൾ കണ്ടുണ്ടായിരിക്കും. ഇപ്പോൾ പ്രശസ്തരായ വ്യക്തികൾ, ഇവരുടെയൊക്കെ ജാതകത്തിലുണ്ടാവുന്ന ഒരു യോഗമാണ് ചക്രവർത്തി യോഗം എന്നുള്ളത്. അപ്പോൾ ഇവർ ഒരുപാട് നീചത്തിൽ കൂടെ അവർക്ക് കടന്നു പോകേണ്ടി വരും. നീചം എന്ന് പറഞ്ഞാൽ തുടക്കകാലത്ത് ഒരുപാട് ദുരിതങ്ങൾ, രോഗങ്ങളായിട്ടോ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ കർമ്മപരമായിട്ടോ ഒരു പുരോഗതി ഇല്ലാതിരിക്കുക, മറ്റുള്ളവരൊക്കെ ഉയർന്നു പോയിട്ട് ഇവരെ പരിഹസിക്കാൻ വരെ ഇടയാകും. എല്ലാവിധ മോശം അവസ്ഥയിൽ കൂടെയും കടന്നു പോയിട്ട് അവസാനം അവർ ഒരു പൊസിഷൻ, ഒരു മധ്യവയസ്സോടു കൂടി അവർ ഉയർന്ന് ഇവരെല്ലാം അതിജീവിച്ച് ഒരു ഉയർന്ന നിലയിലെത്തി പേരെടുത്ത വലിയ ആളായിത്തീരുന്നവരുണ്ട്. അങ്ങനെയുള്ള യോഗമാണ് നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രോഗങ്ങളുണ്ട്. അതായത് ദാരിദ്ര്യമൊക്കെ അവർ ഒന്നുമല്ലാതെ, ഇതൊക്കെ വരുന്നത് നമ്മുടെ മുജന്മകർമ്മം കൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനെയും അതിജീവിച്ചിട്ട് എല്ലാ നീചങ്ങളും കടന്നിട്ട് ചിലർക്ക് പിന്നീട് ഭാഗ്യം അനുഭവിക്കാനും യോഗമുണ്ട്. സ്ഥിരമായിട്ടൊരു യോഗവും നമുക്ക് അനുഭവിക്കാനായിട്ട് ഈശ്വരൻ തന്നെ കൽപ്പിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ പലതരത്തിലുള്ള ദശകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ചില സമയത്ത് നമ്മുടെ ജാതകത്തിൽ ഈ ധനം തരുന്ന ഗ്രഹങ്ങളുള്ളത് ഒരുപാട് പേർക്ക് കുറേ നാൾ നിലനിൽക്കും. ചിലവർക്ക് ധനം നിലനിൽക്കണില്ല എന്ന് കാണും. ചിലർക്ക് വന്നും പോയിരിക്കും. കാരണം എല്ലാവർക്കും ഒരേപോലെയല്ല. ദശാസന്ധികളും ദശകൾ അപഹാരങ്ങളൊക്കെ വരുന്നുണ്ട്. ദശാപഹാരങ്ങൾ. ഈ ദശാപഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ദശകളിൽ കൂടെ, പലതരത്തിലുള്ള ജന്മവശാൽ ഒരാൾക്ക് ഒരുപാട് മഹാദശകൾ അനുഭവിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഒരു മഹാദശയ്ക്കിടയ്ക്ക് തന്നെ പലതരത്തിലുള്ള അന്തർദശകൾ, അതിനിടയ്ക്ക് വരുന്ന ദശാഭുക്തികൾ, അതുകൂടാതെ ചന്ദ്രാൽ പറയുന്ന ചാരവശാൽ എന്ന് പറയും. അതുകൂടെ വരുന്ന ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള അനുഭവങ്ങൾ, ആ ദശ മറിയുമ്പോഴുണ്ടാവുന്ന ഇതെല്ലാ സമയത്തും ധനത്തെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ ലഗ്നാലും നമ്മൾ പറയും, ചന്ദ്രാലും നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ജാതകത്തിൽ നല്ല യോഗങ്ങളുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, ലഗ്നത്തിൻ്റെ ബലം നോക്കണം. ഇതൊക്കെ അനുഭവിക്കുക ഒരു ജാതകന് യോഗം ഉണ്ടോ എന്നറിയാനാണ് ലഗ്നത്തിൻ്റെ ബലം നോക്കുന്നത്. 2ാം ഭാവാധിപൻ്റെ, 11ാം ഭാവാധിപൻ്റെ, 5ാം ഭാവാധിപൻ്റെ, 9ാം ഭാവാധിപൻ്റെ നിൽപ്പ് നോക്കണം. ഈ ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നോക്കണം. ഈ ഭാവങ്ങളിലേക്ക് മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി നോക്കണം. അതുകൂടാതെ ദശകൾ നോക്കണം. ദശകളെന്ന് പറഞ്ഞാൽ ഏത് ജന്മവശാൽ ഏത് ദശയാണ്. അതുകൂടാതെ ഇപ്പോൾ ചന്ദ്രൻ ചന്ദ്രവശാൽ ഓരോ ഗ്രഹങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാരവശാലുള്ള മാറ്റങ്ങൾ കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന സമയ ദോഷങ്ങൾ നോക്കണം. അനുകൂലമായിട്ടുള്ളത് നോക്കണം. എല്ലാം വെച്ചിട്ടാണ്
ഒരാൾക്ക് ധനം ഉണ്ടോയെന്ന് പറയുന്നത്. അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ചിലർക്ക് ചിലതരം യോഗങ്ങളുണ്ട്. എല്ലാ കാലത്തും ദാരിദ്ര്യമായിരിക്കാനുള്ള യോഗങ്ങളുമുണ്ട്. അങ്ങനത്തെ യോഗങ്ങളും ഓരോരുത്തർക്ക് വന്ന് പെടുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ മുജ്ജന്മ ദോഷമാണ്. അത് ശരിക്കും ഭഗവാനെ അങ്ങനെ അറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ മനസ്സിലുറച്ചു കഴിഞ്ഞാൽ, അമ്പലങ്ങളിൽ ചില വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം, ആശ്വാസം വരെ കണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാരുടെ ജാതകത്തിൽ പറയുന്നത് കഠിനമായിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ചിലർ മരണയോഗം വരെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. അതുവരെ ഭഗവാനെ വിളിച്ചതുകൊണ്ട് മാറിപ്പോവാം. കാരണം എന്താണെന്ന് വെച്ചാൽ മരണയോഗം മാറ്റാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷേ ഭഗവാനെ അറിയാതെ ഒരു മരണവും നടക്കുന്നില്ല. ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി വിളിച്ചാൽ ചിലപ്പോൾ ഭഗവാൻ എന്നെ ആ മരണം മാറ്റി വെച്ചേക്കും. അങ്ങനെയുണ്ട്. അതായത് ഈ ജാതകത്തിലും ഗ്രഹങ്ങളിനേക്കാളും പ്രപഞ്ചത്തെക്കാളും എല്ലാത്തിലും ഉപരി ഇവിടെ ഒരു പുരുഷനുണ്ട്. അതായത് ഈശ്വരനുണ്ട്. ആ ഈശ്വരനാണ് എല്ലാം തീരുമാനിക്കുന്നതെന്ന് ഓർത്തിട്ട് നമ്മൾ വിചാരിക്കുക. എൻ്റെ ജാതകം അതിദാരിദ്ര്യ യോഗമുള്ള ജാതകമാണ്. എന്നാൽ തന്നെയും ഞാൻ ഈശ്വരനെ വിചാരിക്കുകയാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ശുഭകരമായിട്ട് ജീവിക്കും. എത്ര ദാരിദ്ര്യത്തിലും ചിലരെ സമ്പന്നരാക്കി തീർക്കാനും ഭഗവാന് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്നവർക്ക് എത്ര വലിയ ജാതകദോഷം ഉണ്ടെങ്കിലും ഒന്നും ഏൽക്കാറുമില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ ആസ്ട്രോളജി സംബന്ധമായിട്ട് എന്തെങ്കിലും ജാതകം പരിശോധനയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് മാത്രമേ ഉള്ളൂ, വിളിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ തരുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കിൽ മെസ്സേജ് ചെയ്യാം. അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എല്ലാ വീഡിയോകളും കാണാം, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.